അപ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് മഹത്വം, സർവശക്തനായ ദൈവത്തിന് ആമേ സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവകൃപാലുവായ ദൈവത്തിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ തൻ്റെ ഓട്ടം ഓടുകയാണ്, എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. രാപ്പകൽ രായിന്നില്ല പകലെന്നില്ലാതെ അധ്വാനിച്ച് വീടിനും വീട്ടുകാർക്കും വേണ്ടി, നാടിനും നാട്ടുകാർക്കും വേണ്ടി അധ്വാനിച്ച് ഹല്ലേലൂയ തനിക്കെന്ത് നേടിയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഒരു പാട്ടുകാരൻ പറയുകയാണ്. ഈ പാട്ടിൻ്റെ വരികൾ എന്നെ ആമേൻ പിറകോട്ടൊന്ന് ചിന്തിപ്പിക്കാനിടയായി. ഹല്ലേലൂയ. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ദൈവത്തെ മറന്നു നീ പോകല്ലേ മനുഷ്യ, ജീവിതത്തിനർത്ഥം നഷ്ടമായിടും. ദൈവത്തെ മറന്നു നീ പോകല്ലേ മനുഷ്യ, ജീവിതത്തിനർത്ഥം നഷ്ടമായിടും. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. വേഗത്തിൽ ധനികനാകാൻ രാപ്പകലില്ലാതെ ഓടിയിട്ടെന്തുണ്ട് നിൻ കൈകളിൽ. വേഗത്തിൽ ധനികനാകാൻ രാപ്പകലില്ലാതെ ഓടിയിട്ടെന്തുണ്ട് നിൻ കൈകളിൽ. പിന്തിരിഞ്ഞു നോക്കിയാൽ കുന്നോളം കടങ്ങളും നീറും നിരാശയും മാത്രമല്ലോ. പിന്തിരിഞ്ഞു നോക്കിയാൽ കുന്നോളം കടങ്ങളും നീറും നിരാശയും മാത്രമല്ലോ. നിന്റെ ജീവിത സമ്പാദ്യം ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ഒന്നിനും സമയമില്ലാതോടുന്ന മനുഷ്യ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുകില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിന്തിക്കണേ മനുഷ്യ. ആമേൻ. സഹോദര സഹോദരി, നമ്മൾ ചിന്തിക്കണേ. ആമേൻ. ഓടുകയാണ്, അധ്വാനിക്കുകയാണ്, എന്നാൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കുന്നോളം കടങ്ങളും. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മിക്ക പേരുടെ ജീവിതത്തിലും കുന്നോളം കടങ്ങളും നിരാശയും മാത്രമാണ്. ആമേൻ. ബാക്കി ദൈവവചനം 147 സങ്കീർത്തനം. ഹല്ലേലൂയ. ആമേൻ. ചില വാക്യങ്ങൾ ദിവസത്തിൽ വായിക്കുന്നു. 147 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 13 വാക്യം. ഹല്ലേലൂയ. അവൻ നിൻ്റെ വാതിലുകളുടെ ഒടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിൻ്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ 10 വാക്യം വായിച്ചാൽ തിരുവചനം ഇങ്ങനെ പറയുന്നു: അശ്വബലത്തിൽ ദൈവത്തിന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷൻ്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്. 11 വാക്യം ശ്രദ്ധയോടെ വായിക്കണം. 147:17. തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അവൻ എന്നിട്ട് പറയുകയാണ്: യെരൂശലേമേ യഹോവയെ പുകഴ്ത്തുക, സിയോനേ അവൻ സ്തുതിക്കുന്നവരെ ദേശമേ നിൻ്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ നിൻ്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിൻ്റെ അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ അവൻ നിൻ്റെ ദേശത്ത് ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യന് ഉണ്ടാകുന്ന പ്രസാദവും അനുഗ്രഹവുമാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ ഒന്നിന് സമയമില്ലാതെ ഓടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ ശരണപ്പെടുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, തൻ്റെ ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുവാൻ, അങ്ങനെയുള്ളവരിൽ യഹോവ പ്രസാദിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവ സമയമില്ലാതെ ഓടി അധ്വാനിച്ചിട്ട് ലാസ്റ്റ് ഹല്ലേലൂയ നിരാശനായി മടങ്ങാതെ ഹല്ലേലൂയ നിത്യതയിലേക്ക് ഓടുവാൻ, ജീവൻ്റെ നാഥനായ ദൈവത്തെ അറിയുവാൻ, ഈ ദൈവം, ഈ മഹാദൈവം ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലാക്കുവാൻ
ആമേൻ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പാട്ട് നമ്മുടെ ജീവിതത്തിൽ ആമേൻ, ആമേൻ, ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ ആമേൻ. ഇനി അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങൾ ഇടയാകരുത്. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം. ആമേൻ. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം, ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ദൈവം തമ്പുരാൻ തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിന് വേണ്ടി കൂടെ നമ്മുടെ ദൈവത്തിന് വേണ്ടി കൂടെ പ്രയോജനപ്പെടുവാനിടയാക്കണം. ആമേൻ. നമുക്ക് തരുന്ന നമുക്ക് ദൈവം തരുന്ന ആയുസ്സും നമുക്ക് ദൈവം തരുന്ന ദിവസങ്ങൾ ആമേൻ, ആമേൻ, സകലതും നമ്മുടെ മക്കൾ ആമേൻ എല്ലാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആമേൻ ദൈവകൃപയിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ശരണപ്പെടണം, ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാനല്ലേ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഏത് കഷ്ടതയിലും ഏത് ഭാരത്തിലും നമുക്ക് പ്രത്യാശ ദൈവത്തിലാണോ? ആമേൻ. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു സ്വർഗമുണ്ട്, നമുക്കൊരു ഹല്ലേലൂയ നിത്യതയുണ്ട്, നമുക്കൊരു ആമേൻ, ആമേൻ, ഒരു ഹല്ലേലൂയ ഇരിപ്പിടമുണ്ട്. അത് സർവശക്തനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു ആ മഹാരക്ഷകൻ നൽകിയിട്ട് പോയതാണ്. തമ്പുരാൻ പറഞ്ഞ സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു. ഒരിക്കൽ ആമേൻ നിങ്ങൾക്ക് അവിടെ കാലിൽ സ്ഥലമൊരുക്കാൻ ഞാൻ വേഗം വരും, നിങ്ങളെയും അതിൽ ചേർത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, ആ മഹാദൈവത്തിൻ്റെ, ആ മഹാരക്ഷകൻ്റെ, ആ സർവശക്തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിപ്പാൻ, ഹല്ലേലൂയ, നിത്യരാജ്യത്തിന് മക്കളായി, ദൈവത്തിന് മക്കളായി, പ്രിയമക്കളായി തീരുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ എന്നെയും നിന്നെയും ദൈവം കണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ്റെ വചനത്തിൽ പ്രത്യാശയോടെ കടന്നു വാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ.